നമ്മൾ ഒരു വാഹനം വാങ്ങുമ്പോൾ പുതിയതായാലും പഴയതായാലും അത് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ പുതിയതായാലും സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്നതായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒരു 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് റീസെയിൽ വാല്യൂ ആണ്. ഒരു വാഹനം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ റീസെയിലിനെ കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കില്ല എങ്കിൽ തന്നെയും ഇത് എപ്പോഴായാലും നമുക്കത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ വാഹനം ചിലപ്പോൾ വിൽക്കേണ്ടി വരും. അപ്പോൾ വിൽക്കാൻ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന് വാല്യൂ വളരെ കുറവാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ റെനോൾട്ടിൻ്റെ ക്വിഡ്, അതുപോലെ ഫോക്സ് വാഗൺ പോളോ, ഫോർഡിൻ്റെ വണ്ടികൾ, ഇതെല്ലാം ഇപ്പോൾ വളരെ വില കുറവിനാണ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിറ്റ് പോകുന്നത്. കാര്യം കമ്പനികളുടെ ഇതിൻ്റെ അല്ല, കൂടുതലും അതിൽ പ്രധാനപ്പെട്ട അടുത്ത ഒരു പോയിന്റാണ് ഈ സ്പെയർ പാർട്സിൻ്റെ ലഭ്യത. അതുപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെ വില കുറവ്. സ്പെയർ പാർട്സിൻ്റെ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. ആർക്കായാലും സ്പെയർ പാർട്സ് എളുപ്പത്തിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് സ്പെയർ പാർട്സിൻ്റെ വില കൂടുതലും ലഭിക്കാൻ ബുദ്ധിമുട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നീടുള്ള സംഭവമാണ് നമുക്ക് വർക്ക്ഷോപ്പ്. നമ്മളിപ്പോൾ പുതിയ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫോക്സ് വാഗൺ, റെനോൾട്ട്, ഫോക്സ് വാഗൻ്റെ സ്പെയറിനെല്ലാം ഭയങ്കര വിലയാണ്. ഫോർഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പല അതിൻ്റെ മോഡലുകളും ഇപ്പോൾ കമ്പനി തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോർഡിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്തരം വണ്ടികൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ രണ്ടാമതത് വിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരും, വിലയില്ലാതെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എല്ലാ വണ്ടികളും നമുക്ക് എല്ലാ വർക്ക്ഷോപ്പിലും പണിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ വാഹനം നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ദൂരെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തൊക്കെയാണ് നമ്മൾ ചെന്ന് വിട്ടേക്കണതെങ്കിൽ, അവിടുത്തെ നമ്മുടെ വർക്ക്ഷോപ്പ് ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് മാരുതിയുടെ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുവിധമുള്ള മിക്ക വർക്ക്ഷോപ്പുകാരും അത് നന്നാക്കിയെടുക്കും. അതേസമയം ഈ ഫോക്സ് വാഗൺ അല്ലെങ്കിൽ റെനോൾട്ട് അതുപോലുള്ള കമ്പനികളുടെയൊക്കെ വാഹനം ചിലപ്പോൾ പെട്ടെന്ന് വർക്ക്ഷോപ്പുകാർ നന്നാക്കി തരില്ല. അപ്പം അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമുക്ക് ഈ വക സംഗതികൾ, അതായത് ഒന്ന് റീസെയിൽ വാല്യൂ കിട്ടുന്ന വണ്ടി, സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഉള്ള വണ്ടി, സ്പെയർ പാർട്സിൻ്റെ വില കുറവുള്ള വണ്ടി, പിന്നെ അതുപോലെ തന്നെ വർക്ക്ഷോപ്പ്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പണി വന്നാൽ ചെയ്യാവുന്ന വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ വർക്ക് ചെയ്യാനും അത് കൊണ്ടു നടക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഒരു വാഹനം വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 റീസെയിൽ വാല്യൂ, 2 സ്പെയർ പാർട്സിൻ്റെ ലഭ്യത, 3 സ്പെയർ പാർട്സിൻ്റെ വില, 4 ഈ നിയർ ബൈ വർക്ക്ഷോപ്പ് വളരെ ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഓടി നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ നമുക്ക് അന്നത്തെ യാത്ര തന്നെ ചിലപ്പോൾ മുടങ്ങാൻ ഇടവരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ വാഹനം വാങ്ങിക്കാൻ. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.